മന്തി കഴിക്കാൻ പോകുന്ന സമയത്ത് അതിൻ്റെ കൂടെ വിളമ്പുന്ന ഒരു മധുരമുള്ള മുളക് ചമ്മന്തി ഉണ്ടല്ലേ, മിക്കവാറും ആ ചമ്മന്തിയുടെ റെസിപ്പി നോക്കി നടക്കുന്നവരായിരിക്കും എല്ലാവരും. അപ്പോഴേ ഇന്ന് നമ്മൾ അതാണ് കേട്ടോ തയ്യാറാക്കുന്നത്. വേണ്ടവരെ റെസിപ്പി സേവ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് ഇത് മന്തിയുടെ കൂടെ മാത്രമൊന്നും അല്ല കേട്ടോ, നമ്മുടെ നാടൻ ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ ഒന്ന് കഴിച്ച് നോക്കുന്നുണ്ട്. അടിപൊളിയാണ്. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണെങ്കിലും നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതിലേക്കൊരു 15 നമ്മുടെ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്, വറ്റൽമുളകല്ല കേട്ടോ. കാശ്മീരി ആകുമ്പോൾ ഒരുപാട് അങ്ങ് എരിവും ഉണ്ടാവില്ല, എന്നാൽ നല്ല കളറും കിട്ടും. ഇത് നല്ല പോലെ നമ്മളൊന്ന് വറുത്തെടുക്കണേ. ഇത് വറുത്തെടുത്തതിന് ശേഷം ഇത് നല്ല പോലെ ആയതിനു ശേഷം നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ കുറച്ച് ചേരുവകൾ കൂടെ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. എണ്ണ പോരാ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ വരെയൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ എണ്ണയിലേക്ക് ഒരു 15 ചെറിയുള്ളിയും കൂടെ തന്നെ ഒരു 8 വെളുത്തുള്ളിയൂടെ ചേർത്തിട്ട് നല്ല പോലെ അതൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നല്ല പോലെ എന്ന് പറഞ്ഞാൽ നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ. വാടി കണ്ടതേ ഇതുപോലെ കളറൊന്ന് ചേഞ്ചായി വരുമല്ലോ. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് ഇതങ്ങ് മാറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 ചേരുവകൾ കൂടെ ഉണ്ട്. അത് വേറെ ഒന്നുമല്ല, മധുരമുള്ള ചമ്മന്തിയാണല്ലോ. അപ്പോൾ അതിലേക്ക് ശർക്കരയാണ് കേട്ടോ ചേർക്കുന്നത്. ഒരു 100 ഗ്രാമോളം ശർക്കര എടുക്കാം. അതിലേക്ക് ഒരു അച്ച് ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വറുത്ത വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് ബാക്കി വന്നത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മിക്സിയിലിട്ടിട്ട് ഒന്നൊന്ന് ചതച്ചെടുക്കാം. ചതക്കുക എന്ന് പറയുമ്പോഴേ ആ മുളകിൻ്റെ അരികളൊക്കെ ഉണ്ടല്ലോ, അത് അതുപോലെ തന്നെ കിടന്നോട്ടെ. ആ ഒരു പാകത്തിനാണ് കേട്ടോ നമ്മളിത് ചതച്ചെടുക്കേണ്ടത്. ചതച്ച കൂട്ടേ ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂണോളം നിങ്ങൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേ ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങ് കഴിച്ച് നോക്കേണ്ടി. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് മന്തിയുടെ കൂടെ മാത്രമൊന്നുമല്ല കേട്ടോ, നമ്മുടെ നാടൻ ചോറിൻ്റെ കൂടെ നല്ല അടിപൊളിയാണ്. ഇതുവരെ ഇത് തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയോളൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ ഇതിൽ പുളിയൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിലേ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. കാരണം നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യം നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.